പക്ഷേ ഇത്ര അടിയന്തരമായി വിമാനങ്ങളൊക്കെ വഴിതിരിച്ചു വിട്ട് നടപടികളിലേക്ക് കടന്നത് അത്തരത്തിലൊരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാവും. പ്രത്യേകിച്ച് ഇനിയൊരു പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക്, സംഘർഷ ഭീതിയിലേക്ക് നീങ്ങുകയാണ് എന്ന തരത്തിലാണ് നിലവിലെ ചിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഫ്ലൈറ്റ് റഡാറിന്റെ കൂടെ സഹായത്തോടെ പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു വിമാനം എയർ ഇന്ത്യയുടെ 129 ഫ്ലൈറ്റ് ആണ്. അത് തിരിച്ച് ബോംബെ എയർപോർട്ടിലേക്കാണ് വരുന്നത്. ഫ്ലൈറ്റ് റഡാറിലെ ഏറ്റവും ഒടുവിലത്തെ വിവരമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. തിരിച്ച് ബോംബെ എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നു എന്നതാണ്. ഇത്തരത്തിൽ 21ഓളം വിമാനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ നിന്നൊക്കെയായി പുറപ്പെട്ട വിമാനങ്ങൾ പലതരത്തിൽ വഴിതിരിച്ചു വിടുന്നത്. മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്നതിനൊപ്പം തന്നെ പുറപ്പെട്ട വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചിറക്കുന്ന അല്ലെങ്കിൽ തിരിച്ച് വരുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് കൂടെ വ്യോമയാന രംഗത്ത് കടന്നിട്ടുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ വിവരങ്ങളിലേക്ക് വന്നാൽ അതും വളരെ ആശങ്കപ്പെടുത്തുകയാണ്. കാരണം ഈ സംഘർഷം കൂടുതൽ തരത്തിലേക്ക് വളരാൻ ഇടയുണ്ട് എന്നതാണ് നിലവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഈ ഇറാന്റെ മാധ്യമങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ കൃത്യമായി തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി തന്നെ കൃത്യമായ ഒരു മറുപടി കൊടുത്തിരിക്കുന്നു. ഇതിന് ഇസ്രായേലിന് ശക്തമായ മറുപടി നൽകും അല്ലെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ സാഹചര്യത്തെ കൂടുതൽ കലുഷിതമാക്കുന്നത്, കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ ഇസ്രായേൽ പ്രധാനമായും ഇറാനിൽ ലക്ഷ്യമിട്ടത് ആണവ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇറാന്റെ ആണവ മേഖലകളിലാണ്, അല്ലെങ്കിൽ ആണവ റിയാക്ടറുകളൊക്കെയുള്ള ആണവ കേന്ദ്രങ്ങളൊക്കെയുള്ള മേഖലകളിലാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ലഭിക്കുന്ന വിവരത്തോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് 2 ആണവ ശാസ്ത്രജ്ഞന്മാർ, അതായത് ഇറാന്റെ 2 ആണവ ശാസ്ത്രജ്ഞന്മാർ കൂടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരം കൂടെ വരുന്നു. ഒപ്പം ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ചീഫ് ഹൊസൈൻ സലാമിയും കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടെ വരുന്നു. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ചില പ്രാദേശിക മാധ്യമങ്ങൾ മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിലെങ്കിൽ ആ വാർത്ത ശരിയെങ്കിൽ കൂടുതൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത. തീർച്ചയായും പശ്ചിമേഷ്യ വളരെയേറെ കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ്, ആശങ്കപ്പെടേണ്ട സാഹചര്യമാണെന്ന് പറയാം.